friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. 4 മണി പലഹാരം നല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അവൽ ഉപയോഗിച്ചിട്ടാണ്. അവലും ഉരുളൻകിഴങ്ങുമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. വേറെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം ചേർത്താൽ മതി. പിന്നെ ഇത് ഒത്തിരി ഹെൽത്തി ആണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് 1 കപ്പോളം ഉള്ള വെള്ള അവലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അവൽ വളരെ കനം കുറഞ്ഞിട്ട് വളരെ തിന്നായിട്ടുള്ള അവലാണ്. ഇപ്പം നമുക്ക് അവലിൽ തന്നെ പല ഇത് കിട്ടുമല്ലോ, നല്ല തിക്കായിട്ടുള്ളത് കിട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ബ്രൗൺ കളറുള്ള അവലൊക്കെ കിട്ടും. ബ്രൗൺ കളറാണ് ഇച്ചിരി കൂടെ നല്ലത് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലൂടെ അവൽ വൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ വൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ അവൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ സാധാരണ അവലൊക്കെ നമ്മുടെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടി പോലെ കാണാം. അപ്പോൾ ആ പൊടിയെല്ലാം പോകുന്നത് വരെ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു അരിപ്പയിൽ വെള്ളമൊക്കെ ഒന്ന് വാലാൻ വേണ്ടിയിട്ടൊന്ന് ഊറ്റി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള വെള്ളം മാക്സിമം കളയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം ഇതുപോലെ ഞാൻ ഒരു ബൗളിനകത്തോട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ചോറൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് കിട്ടും. ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളമില്ല, വെള്ളമെല്ലാം ഊറ്റി വന്നിട്ട് ഫുൾ തന്നെ വാർന്നു പോയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസായിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. ഈ പുഴുങ്ങി ഉരുളൻകിഴങ്ങ് നമുക്കൊന്ന് ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ഒരുപോലെ നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് പീച്ചിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് ഇങ്ങനെ വലിയ കട്ടയ്ക്ക് പോലെ എടുക്കും. ഇനിയിപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളതിലൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപോലെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ആ ഉരുളൻകിഴങ്ങ് മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വേണ്ട, ഇത്രയും ക്വാണ്ടിറ്റിക്ക് 2 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് ഒന്ന് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്താൽ മതി. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാവും. പിന്നെ ചേർത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ ഒരു 3 നുള്ളെന്ന് പറയാം ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ടാവും. പിന്നെ ഈ ജീരകപ്പൊടി എന്നുള്ളത് ഓപ്ഷണലാണ്. ജീരകപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാവും, കാരണം അല്ലെങ്കിൽ ഇത് ഒത്തിരി പ്ലെയിൻ ആയിട്ട് പോലെ തോന്നും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീരകപ്പൊടിക്ക് പകരം കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിലും ചേർക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർത്തത് കൊണ്ട് നമുക്കൊരു പേടി കാണും, അയ്യോ ഇതിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ വറക്കുമ്പോൾ പ്രോപ്പറായിട്ട് വറക്കാൻ പറ്റുമോ എന്നൊക്കെ. സാധാരണ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കോട്ടിംഗ് പോലെ കിട്ടും. പക്ഷെ ഞാൻ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ കിട്ടും. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടിയില്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ടേസ്റ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാനിപ്പോൾ അല്പം കുറച്ച് എണ്ണ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉള്ള എണ്ണ കയ്യിലൊന്ന് ഒഴിച്ചിട്ട് അത് വെച്ചിട്ട് ഒന്ന് തിരുമ്മി ഒന്നും കൂടെ മാവൊന്ന് കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഉടനെ തന്നെ നമുക്കിതൊന്ന് ഉരുളകളാക്കിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിലാക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഇത് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. സവോള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ആ പറഞ്ഞ അത്യാവശ്യമുള്ള കുരുമുളക് പൊടി അല്ലെങ്കിൽ ജീരകപ്പൊടി അങ്ങനത്തെ കുട്ടി കാര്യങ്ങൾ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയാലും നല്ല സ്വാദാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഈ ഒരു കട്ട്ലറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷേപ്പാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഒന്ന് ആ ഒരു ഷേപ്പിലാക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിതുപോലെ ഷേപ്പൊക്കെ ആക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് വറുക്കാനുള്ള കാര്യം നോക്കാം. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് ഈ നമ്മൾ ഷേപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്നാക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവണം. അത് എപ്പോഴും നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് വേവാനൊന്നും അധികം സമയം വേണ്ട. നമുക്കറിയാം ഇതിനകത്ത് അവലാണുള്ളത്. അവൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെറുതായിട്ട് എണ്ണയിൽ കിടക്കുമ്പോഴത്തേക്കും തന്നെ അവൽ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഇതിനകത്ത് എന്താ പറയുക വേവാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. പക്ഷേ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഒത്തിരി നേരം മീഡിയം ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എന്താ പറയുക ഇതിനകത്തുള്ള ചിലപ്പോൾ അത് ഉടയാൻ സാധ്യതയുണ്ട്.
ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക, ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് കുറയ്ക്കുക. അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. നമ്മൾ ഇതിനകത്ത് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. എങ്കിൽ പോലും ഇതിൻ്റെ പുറമേ എന്ന് പറയുന്നത് അത്രയും ക്രിസ്പിയാണ്. അപ്പം ഞാനിതൊന്ന് വറുത്ത് കോരി എടുത്തിട്ട് വരാം. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിന് ഒരു ഷേപ്പ് നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്ത് നമ്മൾ അരിപ്പൊടിയൊന്നും ചേർക്കാഞ്ഞതുകൊണ്ട് നമുക്കതിനകത്ത് ചിലപ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെയുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അവലാണ് നമുക്കറിയാം വായിൽ വെക്കുമ്പോഴത്തേക്ക് അലിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൊടുക്കാം. ഇനി വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല തേങ്ങ ചട്നിയുടെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.